അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽ ഫലാ ഹാദിയ ലഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദീ ഹദീ മുഹമ്മദ് റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. വേദിയിലുള്ള മഹത്തുക്കളെ, ബഹുമാന്യ സഹോദരന്മാരെ, ഇന്നലെ മുതൽ ആരംഭിച്ച ഈ സെമിനാറിൽ മഹാനായ ഷാഹ് വലിയുല്ലാഹി ദഹ്ലവിയെ കുറിച്ചാണ് ഞാൻ ചിലത് പറയേണ്ടത്. ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ പണ്ഡിതനും 1114 ഡൽഹിയിലെ മുസഫർ നഗറിലെ ഒരു ഗ്രാമത്തിൽ ജനിച്ച, അഥവാ 1702 ക്രിസ്താബ്ദം, ഒരു പ്രഗത്ഭ പണ്ഡിതൻ്റെ അവദാനങ്ങൾ വാഴ്ത്താനല്ല, അദ്ദേഹം ഇസ്ലാഹി ചലനങ്ങൾക്ക് നേതൃത്വം നൽകുകയും മുസ്ലിം സമൂഹത്തിൻ്റെ ജീർണമായ അവസ്ഥയ്ക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്ത ഒരു പ്രഗത്ഭ പണ്ഡിതൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെപ്പറ്റി, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ദൈക്ഷണികമായ ഇടപെടലുകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെപ്പറ്റി ഓർമ്മിക്കുക മാത്രമാണ് ഈ സമയത്ത് ചെയ്യുന്നത്. ഒരു വിശദമായ പ്രബന്ധം അദ്ദേഹത്തെക്കുറിച്ച് എഴുതി അവതരിപ്പിക്കാൻ നമുക്ക് പ്രയാസമാണ്. അത്രയ്ക്ക് വിശാലമാണ്. 60 വയസ്സുകാലം ജീവിച്ച ഒരു മഹാനായ മനുഷ്യൻ, മഹാനായ ഇമാം ഷാഫിയോടും അഹ്മദ് ബിൻ ഹംബലിനോടും ഇബ്നു തൈമിയ്യയോടുമൊക്കെ കിടപിടിക്കുന്ന പാണ്ഡിത്യമെന്ന് പണ്ഡിതന്മാരാൽ വിശേഷിപ്പിക്കപ്പെട്ട ഒരു മഹാപ്രതിഭയാണ് മഹാനായ ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി. ഒരു പ്രമുഖ പണ്ഡിത കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ഷാഹ് അബ്ദുറഹീം ഖാൻ എന്ന പേരിൽ പ്രസിദ്ധനായ ഒരു പ്രമുഖ പണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ പിതാവ്. റഹീമിയ കോളേജ് ഡൽഹിയിൽ ആരംഭിച്ചത് ആ മഹാനായ മനുഷ്യനാണ്. അദ്ദേഹം അവിടെയും അതുപോലെ മറ്റു സ്ഥാപനങ്ങളിലുമായി 5-ാം വയസ്സ് മുതൽ 15 വയസ്സുവരെ പാഠശാലകളിൽ പഠിച്ചതായും 17-ാമത്തെ വയസ്സിൽ പിതാവ് മരിച്ചപ്പോൾ റഹീമിയയിലെ അധ്യാപകനായി സ്ഥാനമേറ്റതായും അദ്ദേഹത്തെപ്പറ്റി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. മഹാനായി പ്രമുഖ പണ്ഡിതൻ ഖുർആൻ വ്യാഖ്യാതാവാണ്, ഹദീസ് പണ്ഡിതനാണ്, കർമ്മശാസ്ത്ര പടുവാണ്. അതോടൊപ്പം അറബി, പേർഷ്യൻ ഭാഷയിൽ അനേക ഗ്രന്ഥങ്ങളുടെ രചയിതാവുമാണ്. ഷാഹ് വലിയുല്ലാഹി ദഹ്ലവിയാണ് വിശുദ്ധ ഖുർആൻ പരിഭാഷപ്പെടുത്തുന്നത് ശരിയല്ലെന്ന് വാദിക്കുന്ന സമയത്ത്, നമുക്കറിയാം, കഴിഞ്ഞ ഒരു 100 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന അവസ്ഥ, അല്ല ഒരു 50 കൊല്ലം മുമ്പ് വരെ തുടർന്നു പോകുന്ന അവസ്ഥ എന്തായിരുന്നുവെന്ന് നമുക്കറിയാം. ഖുർആൻ തഫ്സീറുൽ ജലാലൈൻ എന്ന ഗ്രന്ഥം അറബി മലയാളത്തിൽ എഴുതി പരിഭാഷപ്പെടുത്തിയതിന് പണ്ഡിതന്മാരാൽ വിമർശിക്കപ്പെടുകയും പരിഭാഷാ ഗ്രന്ഥങ്ങൾ മുഴുവനും അറബിക്കടലിൽ കെട്ടിത്താഴ്ത്തുകയും ചെയ്തത് നമ്മുടെ നാട്ടിൽ അടുത്ത പ്രദേശത്ത് കണ്ണൂരിൽ നടന്നതാണ്. 2-3 നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള പാരമ്പര്യമുള്ള ഈ സംഭവം മഹാനായ ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി പേർഷ്യൻ ഭാഷയിൽ ഖുർആനിന് പരിഭാഷ എഴുതിയപ്പോൾ അദ്ദേഹം നേരിട്ടതായിരുന്നു. എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ട് അദ്ദേഹം അതിൻ്റെ രചന പൂർത്തീകരിക്കുകയാണ് ചെയ്തത്. വമ്പിച്ച സ്വീകാര്യത ലഭിച്ചതായി ഈ ഗ്രന്ഥത്തെക്കുറിച്ച് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
മഹാനായ ഷാഹു വലിയുല്ലാഹി ദഹ്ലവിയുടെ കാലം, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ തകർച്ചയുടെ കാലമായിരുന്നുവെന്ന്, അല്ലെങ്കിൽ തകരാൻ പോകുന്ന കാലഘട്ടത്തെ പറ്റിയുള്ള മുന്നറിയിപ്പുകൾ അവരാൽ നൽകപ്പെട്ടിരുന്നു. മുസ്ലിം ഭരണാധികാരികൾ സുഖലോലുപതയിൽ മുഴുകുന്നതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം നേരിട്ട് ഭരണാധികാരികളെ അറിയിക്കുവാനും അവരുടെ ചെവിയിലെത്തിക്കുവാനും അബ്ദുറഹീം എന്ന അദ്ദേഹത്തിൻ്റെ പിതാവും ശേഷം ഷാഹു വലിയുല്ലാഹി ദഹ്ലവിയും അതിനായി ശ്രമിച്ചിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പിതാവാണ് നമ്മുടെ നാട്ടിൽ ഇസ്ലാമിക പ്രമാണങ്ങളായി അഥവാ നിയമ പുസ്തകമെന്ന നിലയ്ക്ക് ഇസ്ലാമിക ഫത്വകൾ സമാഹരിച്ചത്. ഔറംഗസീബിൻ്റെ നിർദ്ദേശപ്രകാരം ഫത്താവ ആലംഗീർ എന്ന് പറയുന്ന ഫത്വ സമാഹാരം ഇദ്ദേഹത്തിൻ്റെ പിതാവ് അബ്ദുറഹീം ഹസ്രത്തിൻ്റേതാണ്. ഷെയ്ഖ് 17 വയസ്സ് മുതൽ റഹീമിയായിൽ അധ്യാപകനായി ചേരുകയും അദ്ദേഹം 12 വർഷത്തിന് ശേഷം പിന്നീട് ഹിജാസിലേക്ക് പോവുകയും ചെയ്തു. ഹിജാസിൽ പ്രമുഖ പണ്ഡിതന്മാരിൽ നിന്ന് ഹദീസ് പഠിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ഇമാം മാലിക്കിൻ്റെ മുവത്ത, യഹ്യ ഇബ്നു യഹ്യ സമൂദിയുടെ റിവായത്തനുസരിച്ച് പ്രമുഖ പണ്ഡിതൻ ഷെയ്ഖ് മുഹമ്മദ് വഫ്തുല്ലാഹിൽ മാലിക്കിയിൽ നിന്ന് അദ്ദേഹം വായിക്കുകയുണ്ടായി. ഇമാം ബുഖാരിയുടെ സഹീഹ് അബൂ താഹിറുൽ കുർദി എന്ന പ്രമുഖ പണ്ഡിതനിൽ നിന്നാണ് അദ്ദേഹം വായിച്ചത്. ഈ മഹാപണ്ഡിതൻ 1733 ഇന്ത്യയിൽ തിരിച്ചെത്തി. പിന്നീട് അദ്ദേഹം പൂർണ്ണമായും ഗ്രന്ഥരചനയിൽ മുഴുകി. ദർസും തസ്നീഫുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിനോദം, അധ്യാപനവും ഗ്രന്ഥരചനയും. ഇക്കാലത്ത് ഇൽമുൽ ഹദീസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരുപാട് ലേഖനങ്ങളും ലഘുകൃതികളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 400ഓളം ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രമുഖ വലിയ ഗ്രന്ഥങ്ങളല്ല, എഴുത്തുകൾ, ലേഖനങ്ങളും ലഘുകൃതികളും ഉത്തമ കൃതികളും ഉൾപ്പെടെ 400ഓളം എഴുത്തുകൾ അദ്ദേഹത്തിലേക്ക് ചേർത്ത് പറയപ്പെട്ടിട്ടുണ്ട്. ഒരു മഹാപണ്ഡിതൻ്റെയും അതുപോലെ മഹാപണ്ഡിതന്മാരുടെയും കുടുംബത്തിൽ പിറന്ന ഷാഹു വലിയുള്ള വലിയ പണ്ഡിതന്മാരെ സമൂഹത്തിന് സംഭാവന ചെയ്തുകൊണ്ടാണ് ഇഹലോകവാസം വെടിഞ്ഞത്. അതിൽ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മക്കളായ ഷാഹ് അബ്ദുൽ അസീസ് അദ്ദഹ്ലവി, ഷാഹ് അബ്ദുൽ ഖാദിർ ദഹ്ലവി, ഷാ റഫീഉദ്ദീൻ, ഷാ അബ്ദുൽ ഗനി തുടങ്ങിയ പ്രമുഖ പണ്ഡിതന്മാരാണ്. അബ്ദുൽ ഖാദിർ അദ്ദഹ്ലവി എന്ന പ്രമുഖ പണ്ഡിതനാണ് ഉറുദു ഭാഷയിൽ വിശുദ്ധ ഖുർആൻ പരിഭാഷപ്പെടുത്തിയ ഒരു മഹാൻ. അബ്ദുൽ ഗനിയുടെ ശിഷ്യനായിരുന്നു ഷാ ഇസ്മായിലു ഷഹീദ്. തഖ്വിയത്തുൽ ഈമാൻ എന്ന ഫി ഇൽമി തൗഹീദ്, തഖ്വിയത്തുൽ ഈമാൻ ഫി ഇൽമി തൗഹീദ് എന്ന പ്രമുഖ പുസ്തകം രചിച്ചത് അദ്ദേഹമാണ്. അബ്ദുൽ ഗനിയുടെ ശിഷ്യനാണ് അദ്ദേഹം. അബ്ദുൽ ഗനി ഷാ വലിയുള്ളയുടെ മക്കളിൽ ഒരാളാണ്. എഴുത്തുകാരും പ്രസംഗകരും മഹാപണ്ഡിതന്മാരുമായിരുന്നു അദ്ദേഹത്തിൻ്റെ മക്കൾ. ഒരർത്ഥത്തിൽ ഇസ്ലാമിക നവോത്ഥാനത്തിന് ഇന്ത്യയിൽ അനേകം സ്ഥാപനങ്ങൾ ഉണ്ടായത് എല്ലാറ്റിൻ്റെയും വേരുകൾ ഷാ വലിയുള്ളയിൽ ചെന്നു ചേരുന്നു. സാധാരണ നാം കേൾക്കാറുള്ള പ്രമുഖ സ്ഥാപനങ്ങൾ ദയൂബന്ദിലെ ദാറുൽ ഉലൂം, ലക്നൌവിലെ ദാറുൽ ഉലൂം നദുവത്തുൽ ഉലമ, ഷിബിലി നുഅ്മാനിയാണ് അതിൻ്റെ സ്ഥാപകൻ എന്ന് നമുക്കറിയാം. അതുപോലെ സർ സയ്യിദ് അഹമ്മദ് ഖാൻ്റെ അലീഗർ, ഇവരെല്ലാം
ഒന്നുകിൽ ഇമാം ഷാ വലിയുല്ലാഹി ദഹ്ലവിയുടെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരോ അല്ലെങ്കിൽ തൻ്റെ സ്വന്തം മക്കളുടെ ശിഷ്യന്മാരോ ആയി വളർന്നിട്ടുള്ളവരാണ്. അദ്ദേഹം ജീവിച്ച കാലം സൂഫിസവും യാഥാസ്ഥികത്വവും ഇന്ത്യ രാജ്യത്ത് വേരുപിടിച്ച സന്ദർഭമായിരുന്നു. മുസ്ലിം ഭരണം, മുഗളന്മാരുടെ ഭരണം പ്രത്യേകിച്ച് തകർച്ചയുടെ വക്കീലാണ്. ആ കാലഘട്ടത്തിൽ ഏതാണ്ട് ഔറംഗസീബിൻ്റെ മരണശേഷം ഷാ വലിയുടെ ജീവിതകാലത്ത് 11ഓളം ഭരണാധികാരികൾ മാറി മാറി ഇന്ത്യയുടെ ഭരണം കൈയാളിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അവർക്കായി ഭരണപരമായ നിർദ്ദേശങ്ങൾ നൽകുവാനും അദ്ദേഹം മറന്നില്ല. അദ്ദേഹത്തെ ഉപമിക്കാവുന്നത് സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിൽ, പ്രത്യേകിച്ച് സാമൂഹ്യ ശാസ്ത്രത്തിൽ ഷാ വലിയുള്ളയ്ക്ക് ഉപമയായി അദ്ദേഹത്തോട് ചേർത്തു പറയുന്നത് മഹാനായ ഇബ്നു ഖൽദൂനിനെയാണ്. ഇബ്നു ഖൽദൂനിന് ശേഷം സമഗ്രമായി സാമൂഹ്യ ശാസ്ത്രത്തിൽ ഇടപെട്ട ഒരു മുസ്ലിം പണ്ഡിതനെ ഓർമ്മിക്കുക ഷാഹ് വലിയുല്ലാഹി ദഹ്ലവിയിലൂടെയാണ് എന്ന് നമുക്ക് പറയാം. അതുപോലെ ഇസ്ലാമികമായ എല്ലാ വശങ്ങളെയും, ആരാധനാ കർമ്മങ്ങളോ ഫിഖ്ഹി ഗ്രന്ഥങ്ങൾ കൈയാളുന്ന ചില ഭാഗങ്ങളുണ്ട്. ഇബാദാത്തും മുആമലാത്തും ജിനായാത്തും. ഇതുപോലെ ഏതാനും കാര്യങ്ങളിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള ചർച്ചകളല്ല ഇദ്ദേഹത്തിൻ്റേത്. അദ്ദേഹം എഴുതിയ ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ തുടങ്ങിയ ഗ്രന്ഥങ്ങൾക്ക് സമാനമായി പണ്ഡിതന്മാർ വിലയിരുത്തുന്നത് മുൻകാലത്ത് മഹാനായ ഇമാം ഗസാലി എഴുതിയ ഇഹ്യാ ഉലൂമുദ്ദീനും ഇബ്നു ജൗസിയുടെ തൽബീസ് ഇബ്ലീസ് എന്ന ഗ്രന്ഥമൊക്കെയാണ്. തൽബീസ് ഇബ്ലീസ് ഇബ്നു ജൗസിയുടേതാണ്. ഇഹ്യാ ഉലൂമുദ്ദീൻ ഇമാം ഗസാലിയുടേതാണ്. അതിനോട് കിടപിടിക്കുന്ന ഒരു ഗ്രന്ഥമായിട്ടാണ് ഷാ വലിയുല്ലാഹി ദഹ്ലവിയുടെ ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ എന്ന പ്രമുഖ ഗ്രന്ഥത്തിന് പണ്ഡിതന്മാർ സ്ഥാനം നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കാലത്ത് വിശ്വാസപരമായ ജീർണതകളുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനം അന്ധമായ അനുകരണമായിരുന്നു. ഒരുവിധം തിന്മകളെല്ലാം സമൂഹത്തിൽ വ്യാപിക്കുന്നത് അന്ധമായ അനുകരണത്തിലൂടെയാണ്. ഏതെങ്കിലും സിദ്ധന്മാരെയോ ഏതെങ്കിലും പണ്ഡിത നേതാക്കന്മാരെയോ അവർ പറയുന്നത് അവസാന വാക്കായി കരുതുന്ന അന്ധമായ അനുകരണമാണ് ഒരു വലിയ തിന്മയായി സമൂഹത്തിൽ നിലനിൽക്കുന്നത് എക്കാലത്തും. ഷാ വലിയുള്ള ഈ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് പറയുന്ന വാക്കുകൾ ഇപ്രകാരം നമുക്ക് ശ്രദ്ധിക്കാം. വതറൽ ആമ്മ സിയമൻ അല്യവും ഫീ കുല്ലി ഖുത്രിൻ യതഖയ്യദൂന ബിമദ്ഹബിൻ മിൻ മദാഹിബിൽ മുതഖദ്ദിമീൻ വയറൗൻ ഖുറൂജ الإنسان من مذهب من قلده ولو في مسألة كأنه بعث إليه وافترض طاعته عليه. ആളുകൾ എല്ലാ പ്രദേശങ്ങളിലും ഏതെങ്കിലും ഒരു മദ്ഹബിനെ, ഒരു മതവീക്ഷണത്തെ അനുകരിക്കുന്നതായും സ്വീകരിക്കുന്നതായും നമുക്ക് കാണാം. പൂർവികരായ ആളുകളുടെ മദ്ഹബുകളെ അവർ തഖ്ലീദ് ചെയ്യുന്നു. ഏതെങ്കിലും ഒരു മസ്അലയിൽ തൻ്റെ മതനേതാവ് മദ്ഹബി പണ്ഡിതൻ പറഞ്ഞതിൽ നിന്ന് മാറിയാൽ ഒരു ദൈവിക നിയമം ലംഘിച്ചതുപോലെ, തനിക്ക് ദൈവികമായ ഉത്ബോധനം ലഭിച്ചിട്ട് അത് നിരാകരിക്കുന്നത് പോലെ അവർ കരുതുന്ന ഒരവസ്ഥ സമൂഹത്തിലുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ആളുകളെ നിങ്ങൾ തഖ്ലീദ് ചെയ്യരുതെന്നും ഈ തഖ്ലീദിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണമെന്നും ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും വഴിയാണ് അംഗീകരിക്കേണ്ടതെന്നും തൻ്റെ അനേകം ഉപദേശങ്ങളിലൂടെ അദ്ദേഹം ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. നോക്കുക, ഉരീദു അൻ ഊസീകും ബിശിദ്ദ,
അല്ലാ തലഉ ഐദിയകും ഫി ഐദി മശായിഖി ഹാദ സമൻ അല്ലദീന ഖദ് ഇബ്തുലു ബിശത്താ അൻവാഇൽ ബിദഇ വലാ തുബായിഉഹും അബദ. ബയ്യത്തുകൾ സ്വീകരിക്കുന്ന ഷെയ്ഖുമാർ, സൂഫി ഷെയ്ഖുമാർ, അനേകം ആളുകൾ ആ ഷെയ്ഖുമാരുടെ തരീഖത്തുകൾ സ്വീകരിക്കുന്ന കാലം. അദ്ദേഹം പറഞ്ഞു, അനേകം ബിദ്അത്തുകൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ഷെയ്ഖുമാരുടെ കൈകളിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കൈവെക്കരുത്, അഥവാ നിങ്ങൾ അവർക്ക് ബയ്യത്ത് കൊടുക്കരുത്. സമൂഹത്തിലെ ജീർണമായ അവസ്ഥയിലേക്ക് നയിച്ച അതിപ്രധാനമായ ഭീഷണമായ ഒന്ന് ബിദ്അത്താണ് എന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നു. അദ്ദേഹത്തിന് തൻ്റെ കാലത്തുണ്ടായിരുന്ന മറ്റൊരു പ്രവണത ഇന്നും തുടർന്നു വരുന്നതും മദ്ഹബുകൾ തമ്മിലുള്ള പക്ഷപാതപരമായ വിമർശങ്ങളാണ്. ഒരു മദ്ഹബുകാരൻ മറ്റൊരു മദ്ഹബുകാരനെ അംഗീകരിക്കില്ല. ഷാഫി ശാഖ സ്വീകരിച്ച ഒരു പെൺകുട്ടിയെ ഹനഫി കല്യാണം കഴിക്കില്ല, വിവാഹം ചെയ്യുകയില്ല. ഹനഫിയെ ഇമാം ഷാഫിയുടെ മദ്ഹബുകാരനാണെന്ന് പറയുന്നവൻ തുടർന്ന് നമസ്കരിക്കില്ല. ഹനഫി മുതനജ്ജിസാണെന്നാണ്, അല്ല ഐൻ നജസാണെന്നാണ് ഷാഫി പണ്ഡിതന്മാരുടെ വാദം. ഇമാം ഷാഫിക്കോ മുഹമ്മദ് ബിൻ ഇദ്രീസിനോ റഹ്മഹുല്ല, അതുപോലെ മഹാനായ അബു ഹനീഫത്തുൽ കൂഫിക്കോ ഈ വാദങ്ങളിൽ പങ്കില്ലെങ്കിലും അവരിലേക്ക് ചേർത്തു പറയുന്ന മദ്ഹബുകൾ പിൽക്കാലത്ത് വേർതിരിഞ്ഞു നിന്നപ്പോഴുണ്ടായ അവസ്ഥ ഏതാണ്? സുബ്ഹാന മൻ അൻശഅ അൽ-അഹ്നാഫ മിൻ നജസി വശാഫിഇയ്യത മിൻ മാഇൻ വമിൻ തീനി എന്ന് ഷാഫി മദ്ഹബുകാരനാണ് ഹനഫികളെ അധിക്ഷേപിച്ചുകൊണ്ട് പാടിയത്. അല്ലാഹു പരിശുദ്ധൻ ഷാഫികളെ മനിയിൽ നിന്ന് സൃഷ്ടിച്ചു. മനിയ് അഥവാ ബീജം താഹിറാണെന്നാണ് ഇമാം ഷാഫിയുടെ മദ്ഹബിലെ പക്ഷം. ഹനഫികളെ നജസിൽ നിന്ന് സൃഷ്ടിച്ച അള്ളാഹു പരിശുദ്ധൻ എന്നാണ് ഹനഫികളെ കളിയാക്കി ഷാഫി പറഞ്ഞത്, അഥവാ ഷാഫി മദ്ഹബുകാരൻ പറഞ്ഞത്. ഹനഫി മദ്ഹബിൽ മനിയ് നജസാണ്, ഐൻ നജസാണെന്നാണ് ഷാഫികളുടെ വാദം ഹനഫികളെക്കുറിച്ച്. ഈ വിഭജനം അല്ലെങ്കിൽ ഈ വിവേചനം ശക്തമായി നിലനിന്ന കാലത്ത് മഹാനായ ഷാ വലിയുല്ലാഹി ദഹ്ലവി ചെയ്ത സേവനം ഒരു പാഠശാലയിൽ ഒരു മദ്ഹബല്ലാതെ മറ്റൊരു മദ്ഹബും പഠിപ്പിക്കപ്പെടാത്ത കാലത്ത്, ഷാഫികളാണെങ്കിൽ ഷാഫി മദ്ഹബ് തന്നെ അതിൻ്റെ ഗ്രന്ഥങ്ങൾ മാത്രം പഠിക്കുന്ന, ഹനഫികൾ ഹനഫി ഗ്രന്ഥങ്ങൾ മാത്രം വായിക്കുന്ന പഠിക്കുന്ന ഓരോ മദ്ഹബുകാരും പക്ഷപാതപരമായി ഗ്രന്ഥങ്ങളെ സമീപിക്കുന്ന കാലത്താണ് ഷാ വലിയുല്ലാഹി ദഹ്ലവി മഹത്തായൊരു സേവനം ചെയ്തത്. ഹദീസുകളോടൊപ്പം മദ്ഹബി പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളും ഒരു പാഠശാലയിൽ നിന്ന് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു. അതുവഴി തീവ്രമായ സമീപനങ്ങളെ കുറച്ചു കൊണ്ടുവരാൻ സാധിച്ചു എന്നതാണ് അതിൻ്റെ ഉണ്ടായ ഗുണം. 1762 ഈ മഹാനുഭാവൻ മരിക്കുന്നത്. മരണത്തിനു മുമ്പ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെയധികം ഉത്കൃഷ്ടമായ പ്രസിദ്ധമായ അനേകം കൃതികൾ അദ്ദേഹം രചിച്ചു. നേരത്തെ സൂചിപ്പിച്ച ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ പോലെ പ്രമുഖമായ ഗ്രന്ഥങ്ങളാണ് ആ കൂട്ടത്തിലുള്ളത്. അദ്ദേഹത്തെ നമുക്ക് അല്പം ചില വാചകങ്ങളിലൂടെ പരിചയപ്പെടാം. അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ എപ്രകാരമായിരുന്നുവെന്ന് ഓർമ്മിക്കാൻ ചില സൂചനകൾ നൽകാനേ നമുക്ക് സമയമുള്ളൂ. അത്തഫ്ഹീമാത്തുൽ ഇലാഹിയ എന്ന പേരിൽ അദ്ദേഹത്തിനൊരു രചനയുണ്ട്. അത് ഉപദേശങ്ങളാണ്, എല്ലാ സമൂഹത്തോടുമുള്ള ഉപദേശങ്ങൾ. അറബി മൂലത്തോടൊപ്പം അത് വായിച്ചു കേൾപ്പിച്ചാൽ സമയം തീർന്നു പോകുമെന്നതിനാൽ ഞാൻ അതിൻ്റെ ഭാഷാന്തരം മാത്രം കേൾപ്പിക്കുകയാണ്. ചിലത് തുടക്കം പക്ഷേ നമ്മൾ ഓർമ്മിക്കണം. അയ്യുഹൽ ഉമറ അലാ തഖാഫൂന അല്ലാഹ ഇസ്തഗൽതും ബില്ലദാത്തിൽ ഫാനിയദ് ദായിറ എന്ന് തുടങ്ങിയാണ് അദ്ദേഹം അമീറുമാരെ സംബോധന ചെയ്യുന്നത്. ഉമറാക്കളെ, നിങ്ങൾക്ക് അല്ലാഹുവിനെ ഭയമില്ലയോ? നിങ്ങൾ ഈ നശ്വരമായ ആസ്വാദനങ്ങളിൽ മുഴുകിയിരിക്കുകയാണ്. മനുഷ്യരെ, പ്രജകളെ നിങ്ങൾ അവരുടെ പാട്ടിന് വിടുന്നു.
അവർ പരസ്പരം തല്ലിക്കൊല്ലുന്നു, കടിച്ചു കീറുന്നു. മദ്യപാനം പരസ്യമായി നടന്നിട്ടും നിങ്ങളത് വിമർശിക്കുന്നില്ല. വേശ്യാലയങ്ങളും വേശ്യാവൃത്തിയും നിങ്ങളുടെ മുമ്പിൽ വെച്ച് നടമാടിയിട്ടും നിങ്ങൾ അത് മാറ്റാൻ വേണ്ടി യാതൊന്നും ചെയ്യുന്നില്ല എന്നാണ് ഉമറാക്കളെ വിളിച്ചുകൊണ്ട് അദ്ദേഹം ഉപദേശിക്കുന്നത്. ഏതു തലങ്ങളുമായും ബന്ധപ്പെട്ട് അദ്ദേഹം ഇത്തരത്തിൽ അത്തഫാഹീമുൽ ഇലാഹിയ എന്ന തൻ്റെ ഗ്രന്ഥത്തിലൂടെ ആ ഉപദേശങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതുപോലെ തൊഴിലാളികളോട്, ജോലി ചെയ്യുന്നവരോട് അദ്ദേഹം അവരെ വിളിച്ചു പറഞ്ഞത് ലാഅത്ത് അമാനാത്തുക്കും വദഹിൽതും മൻ ഇബാദത്തി റബ്ബിക്കും വഅശ്റക്തും ബിറബ്ബിക്കും എന്ന് തുടങ്ങുന്ന വാചകങ്ങൾ വളരെയേറെ അർത്ഥവത്താണ്. നിങ്ങളുടെ വിശ്വസ്തത നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഏതു തലത്തിൽ തൊഴിൽ ചെയ്യുന്നവനും ഏതു തലത്തിൽ ജോലി ചെയ്യുന്നവനാവട്ടെ, അയാളൊരു കൂലി വേലക്കാരനോ ഉദ്യോഗസ്ഥനോ ഏൽപ്പിക്കപ്പെട്ട ഏത് ജോലിയും നിർവഹിക്കുന്നവരോടായി അദ്ദേഹം പറയുന്നു, നിങ്ങളുടെ അമാനത്തുകൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. നിങ്ങളുടെ നാഥനെ ആരാധിക്കുന്നതിൽ നിങ്ങൾ അശ്രദ്ധമാവുകയും നിങ്ങളുടെ നാഥനിൽ നിങ്ങൾ പങ്കുചേർക്കുകയും താഗൂത്തുകൾക്ക് നിങ്ങൾ ബലിയർപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ ചില ആത്മീയ കേന്ദ്രങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, തൻ്റെ കാലത്ത് പ്രസിദ്ധമായ അല്ലെങ്കിൽ കുപ്രസിദ്ധമായ ചില ആത്മീയ കേന്ദ്രങ്ങളിലേക്ക് അൽ മദാർ, സാലാർ എന്ന പദങ്ങളിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അക്കാലത്ത് കുപ്രസിദ്ധമായ ചില ആത്മീയ കേന്ദ്രങ്ങളാണ്. ആ ആത്മീയ കേന്ദ്രങ്ങളിലേക്ക് നിങ്ങൾ പോകുന്നു. തൊഴിലാളികളും കൂലി വേല ചെയ്യുന്നവനും പാവപ്പെട്ടവനും അകപ്പെടുന്നൊരു ദുരന്തത്തെക്കുറിച്ചുള്ള സൂചനയായി നമുക്കിത് കാണാം. അദ്ദേഹം അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നത് ലക്ഷണം നോക്കുകയും ശകുനം നോക്കുകയും ചെയ്ത് ജീവിക്കുന്ന, സമ്പാദ്യങ്ങൾ ഉണ്ടാക്കുന്ന എത്ര ആളുകളാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ളത്. മദ്യപാനത്തിൻ്റെ കെടുതിയെക്കുറിച്ച്, ആഡംബര ജീവിതത്തിൻ്റെ വരാൻ പോകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച്, കുടുംബ സംരക്ഷണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച്, മിതവ്യയം സ്വീകരിക്കേണ്ട നിർബന്ധതയെക്കുറിച്ച് അദ്ദേഹം ഈ ഉപദേശങ്ങളിൽ നമ്മളുമായി സംവദിക്കുന്നു. ഷെയ്ഖുമാരുടെ മക്കൾ ഷെയ്ഖുമാരായി, ഖാദിമാരുടെ മക്കൾ ഖാദിമാരായി, ഖതീബുമാരുടെ മക്കൾ ഖതീബുമാരായി വന്നിരുന്ന കാലം. അല്പ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലെയും സ്ഥിതി അതായിരുന്നു. ഖാദി കുടുംബത്തിൽ ജനിച്ചാൽ ഖാദിമാരുടെ മക്കൾ ഖാദിമാരായി വാഴിക്കപ്പെടുന്ന കാലം ഉണ്ടായിരുന്നു. അക്കാലത്താണ് അദ്ദേഹം ഷെയ്ഖുമാരുടെ മക്കളെ എന്ന് വിളിച്ചുകൊണ്ട് യാ അയ്യുഹന്നാസ് മാ ലക്കും തഹസ്സബ്തും അഹ്സാബ വത്തബഅ കുല്ലു ദീ റഅയ്യിൻ റഅയ്യ വതറക്തും ത്വരീഖത അല്ലതി അൻസലഹ അല്ലാഹു അലാ മുഹമ്മദിൻ റഹ്മതൻ ബിന്നാസ് വലുത്ഫൻ ബിഹിം വഹുദൽ ലഹും എന്ന് തുടങ്ങുന്ന തൻ്റെ ഉപദേശം ആരംഭിക്കുന്നത്. ഈ മനുഷ്യരെ, നിങ്ങൾ വിവിധ കക്ഷികളായി വേർതിരിഞ്ഞിരിക്കുന്നു, വിവിധ ഗ്രൂപ്പുകളായി നിങ്ങൾ മാറിയിരിക്കുന്നു. ഓരോരുത്തരും താങ്കളുടെ അഭിപ്രായങ്ങളെ, എൻ്റെ അഭിപ്രായത്തെ ഞാൻ മാനിക്കുക, മറ്റൊരാളുടെ അഭിപ്രായത്തെ അയാൾ മാനിക്കുക, തൻ്റെ സ്വന്തം അഭിപ്രായത്തിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് നിങ്ങൾ ജീവിതം ആരംഭിച്ചിരിക്കുന്നു. മഹാനായ മുഹമ്മദ് നബിക്ക് മനുഷ്യരോടുള്ള കാരുണ്യത്താൽ അള്ളാഹു അവതരിപ്പിച്ച ആ സന്മാർഗത്തെ നിങ്ങൾ വെടിയുകയും നിങ്ങൾ സ്വന്തമായി നേതാക്കളായി എഴുന്നു നിൽക്കുകയും ചെയ്തിരിക്കുന്നു. ഫന്തസബ കുല്ലു വാഹിദിൻ മിൻകും ഇമാമ വദഅ അന്നാസ ഇലൈഹി. ഓരോരുത്തരും വലിയ നേതാക്കളായി ചമഞ്ഞുകൊണ്ട് തൻ്റെ വാദം, തൻ്റെ വശം, തൻ്റെ കാര്യങ്ങൾ അത് അംഗീകരിക്കണമെന്ന് വാദിച്ചുകൊണ്ട് നിങ്ങൾ ജനങ്ങളെ ക്ഷണിക്കുന്നു. സ്വന്തം ഞാൻ സന്മാർഗിയാണ്, എൻ്റേതാണ്, എൻ്റെ നിരീക്ഷണമാണ് ശരി എന്ന് വാദിച്ചുകൊണ്ട് മനുഷ്യരെ തൻ്റെ അഭിപ്രായങ്ങൾ സ്വീകരിക്കാൻ നിർബന്ധിക്കുന്ന ഷെയ്ഖുമാരെയും സിദ്ധന്മാരെയും മുന്നിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഈ ഉപദേശങ്ങൾ നൽകുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെയേറെ രൂക്ഷമായി പ്രസംഗം നടത്തുന്ന, വിമർശ പ്രസംഗം നടത്തുന്ന നമ്മുടെ ഒരു പ്രാസംഗികന് പോലും പറയാൻ തോന്നാത്ത അത്ര ഗൗരവത്തിലുള്ളതാണ്.
ഹൗലായ ഖുത്താഉ ത്വരീഖ് ദജ്ജാലൂൻ കദ്ദാബൂൻ മഫ്തൂനുൻ ഫത്താനൂൻ ഇയ്യാക്കും വ ഇയ്യാഹും. അദ്ദേഹം പറയുന്നത് ഇവർ തീവെട്ടിക്കൊള്ള നടത്തുന്ന കൊള്ള സംഘമാണ്. വഴി തടഞ്ഞു വെച്ച് ആളുകളെ കവർച്ച ചെയ്യുന്നവരാണ്, കള്ളന്മാരാണ്, നുണയന്മാരാണ്, സ്വയം ഫിത്നയിൽ അകപ്പെടുകയും മറ്റുള്ളവരെ കുഴപ്പത്തിലാക്കുകയും ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നിങ്ങൾ അവരെ സൂക്ഷിക്കണം, അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിലേക്കും മുഹമ്മദ് നബിയുടെ സുന്നത്തിലേക്കും ക്ഷണിക്കുന്നവരെ അല്ലാതെ നിങ്ങൾ പിന്തുടരരുത്. അമാലക്കും അൽബര ഫീ ഖൗലില്ലാ വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുൽ ഫതഫറക ബികും അൻ സബീലി ദാലികും വസാകും ബിഹി ലഅല്ലകും തത്തഖൂൻ. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നു, നിങ്ങൾക്ക് ഈ വചനത്തിൽ ഗുണപാഠമില്ലേ? ഇതാണ് എൻ്റെ വഴി, നേരായ ഋജുവായ എൻ്റെ മാർഗം, നിങ്ങൾ അത് പിന്തുടരണം. വിവിധ മാർഗങ്ങൾ നിങ്ങൾ പിന്തുടരരുത്. അപ്പോൾ നിങ്ങൾ യഥാർത്ഥ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകും. നിങ്ങളുടെ നാഥൻ നിങ്ങളോട് ചെയ്യുന്ന ഉപദേശമാണിത്, നിങ്ങൾ വിജയിക്കുവാൻ സൂക്ഷ്മതയുള്ളവരാകുവാൻ എന്ന്. അദ്ദേഹം പണ്ഡിതന്മാരെയും ഉപദേശിച്ചു. പണ്ഡിതന്മാരോട് അദ്ദേഹം പറഞ്ഞു, അയ്യുഹ സുഫഹാ അൽ മുസമ്മൂന അൻഫുസകും ബിൽ ഉലമാ. ഈ പ്രയോഗം ശ്രദ്ധേയമാണ്. അല്ലയോ വിഡ്ഢികളെ, സ്വന്തം ശരീരങ്ങൾക്ക് സ്വന്തത്തിന് പണ്ഡിതന്മാരെന്ന് പേരിട്ട് വിളിക്കുന്ന വിഡ്ഢികളെ എന്നാണ് അദ്ദേഹം പണ്ഡിതന്മാരെ വിളിക്കുന്നത്. അഥവാ ഞാൻ വലിയ ആലിമാണെന്ന് നടിക്കുന്ന നാട്യമുള്ള ആളുകളെ പരിഹസിച്ചുകൊണ്ടാണ് ഷെയ്ഖ് പറയുന്നത്, ഇഷ്തഗൽതും ബി ഉലൂമിൽ യുനാനിയീൻ വബിസ്സർഫി വന്നഹ്വ് വൽ മആനി വളനൻതും അന്ന ഹാദാ ഹുവൽ ഇൽമ് ഇന്നമൽ ഇൽമു ആയ മുഹ്കമ ഫീ കിതാബില്ലാ. കുറച്ച് വാചകങ്ങൾക്ക് ശേഷം സുന്നത്തു റസൂലില്ല. അദ്ദേഹം പറയുന്നത് സ്വന്തം പണ്ഡിതന്മാരായി ഞെളിഞ്ഞു നടക്കുന്നവരോടാണ്. നിങ്ങൾ ഈ ഗ്രീക്ക് ഫിലോസഫിയും സർഫും നഹവും ഇൽമുൽ മആനിയും ഒക്കെ പഠിച്ച് ഇതാണ് ഇൽമ് എന്ന് നടിക്കുകയാണ്. യഥാർത്ഥത്തിൽ വിജ്ഞാനം ആയത്തും മുഹ്കമാ ഫീ കിതാബില്ല, അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിലെ സുദൃഢമായ സുവ്യക്തമായ വചനങ്ങളാണ്, മുഹമ്മദ് നബിയുടെ ചര്യയാണ്. ആയതിനാൽ നബി എങ്ങനെ നമസ്കരിച്ചു, എങ്ങനെ വുളു ചെയ്തു, എങ്ങനെ കാര്യങ്ങൾ നിർവഹിച്ചു എന്ന് നിങ്ങൾ പഠിക്കണം. ആളുകളെ പറഞ്ഞു പേടിപ്പിക്കുന്ന വാഴുകളോട്, പറഞ്ഞു മതം കുടുസാണെന്ന് വാദിക്കുന്ന പണ്ഡിതന്മാരോട്, വഴുതു പറയുന്നവരോട് അദ്ദേഹം പറയുന്നു, വഅഖൂലു ലിൽ മുത്തകശ്ശിഫീന മിനൽ വആലി വൽ ഉബ്ബാദ് വൽ ജാഹിലീൻ വൽ ജാലിസീന ഫിൽ ഖാൻഖാഹാത്ത്. തെക്കിയാവുകളിൽ കാങ്കാഹുകളിൽ പോയിരിക്കുന്ന സൂഫിമാരായ ആളുകളെ പറഞ്ഞു കഠിനമായ ഉപദേശങ്ങൾ നൽകി ജനങ്ങളെ പേടിപ്പെടുത്തുന്നവരോട് അദ്ദേഹം പറയുന്നത്, യാ അയ്യുഹൽ മുത്തമസ്സികൂൻ റകിബ്തും കുല്ല സർബിൻ വദലൂൽ വഅഖസ്തും ബികുല്ലി റത്ബിൻ വയാബിസ്. എല്ലാം നല്ലതും ചീത്തയും ഉണങ്ങിയതും പച്ചയും എല്ലാം അദ്ദേഹം ഇതൊരു അറബിയിലെ പ്രയോഗമാണെന്നറിയാം നമുക്ക്. നിങ്ങളെല്ലാം നല്ലതും ചീത്തയുമായി എല്ലാം നിങ്ങൾ സ്വീകരിക്കുന്നു. ആളുകളെ നിങ്ങൾ കെട്ടുകഥകളിലേക്കും അതുപോലെ നിരർത്ഥകമായ ഭാഷണങ്ങളിലേക്കും വിഷയങ്ങളിലേക്കും ക്ഷണിക്കുന്നു. നിങ്ങൾ നിയോഗിക്കപ്പെട്ടത് ജനങ്ങൾക്ക് എളുപ്പമുണ്ടാക്കുന്നവരായാണ്. ഇന്നമാ ബുഇസ്തും മുയസ്സിരീൻ വലാ മുഅസ്സിരീൻ. ആളുകളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ല, എളുപ്പം ആളുകൾക്ക് നൽകാനാണ് നിങ്ങൾ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. സൃഷ്ടികളുടെ കാര്യത്തിൽ വഅസ്സർതും അലൽ ഖൽഖ്, സൃഷ്ടികൾക്ക് നിങ്ങൾ ഞെരുക്കമുണ്ടാക്കുന്നു. മതാശയങ്ങളിലെ വിശദീകരണങ്ങൾ മതം വിശദീകരിച്ചുകൊണ്ട് ആളുകളെയും മതം ബുദ്ധിമുട്ടുള്ളതാണെന്ന് നിങ്ങൾ തോന്നിപ്പിക്കുന്നു. അങ്ങനെ വലിയ നാവുകൊണ്ട് നീട്ടി വാഴ്ന്നു പറയുന്ന പുരോഹിതന്മാരെ സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യം പറയുന്നത്. അമാ തഅലമൂൻ അന്ന റഹ്മത കുല്ല റഹ്മ വൽ ഹദിയ മാ ജാഅകും ബിഹി മുഹമ്മദ്. നിങ്ങൾക്കറിഞ്ഞുകൂടെ സർവ്വകാരുണ്യവും സന്മാർഗവും നിലകൊള്ളുന്നത്
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതിലാണെന്ന്. അകാന യഫ്അലു മഅകും ഹാദാ, ഇപ്രകാരം മതത്തെ കുടുസായി അവതരിപ്പിക്കുന്ന വിധത്തിലോ മതത്തിൻ്റെ ലാളിത്യം മറച്ചു വെക്കുന്ന വിധത്തിലോ, എളുപ്പമാണ് മതം എന്ന ആശയം അല്ല മതം ഒരു ബുദ്ധിമുട്ടാണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലോ മുഹമ്മദ് നബി നിങ്ങളോട് പെരുമാറിയിരുന്നു. അം കാന അസ്ഹാബുഹു യഫ്അലൂന ഹാദിഹിൽ അഫ്ആൽ, അതല്ല മുഹമ്മദ് നബിയുടെ അനുചരന്മാർ ഇപ്രകാരം ചെയ്തിരുന്നോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. പൊതുജനങ്ങളോടായി അദ്ദേഹം പറഞ്ഞു, മനുഷ്യ സമൂഹമേ, നിങ്ങളുടെ സ്വഭാവങ്ങൾ ദുഷിച്ചു പോയിരിക്കുന്നു. നിങ്ങൾക്ക് ആർത്തിയും അത്യാർത്തിയും കൂടി വന്നിരിക്കുന്നു. നിങ്ങളെ പിശാച് സ്വാധീനിച്ചിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യത്തിൽ കുടുസായ നിലപാടുകൾ സ്വീകരിക്കരുത്, സങ്കുചിതത്വം സ്വീകരിക്കരുത്. വിശാല മനസ്കരായി നിങ്ങൾ ജീവിക്കണം. ആളുകൾക്ക് നിങ്ങളൊരു ഭാരമാവരുത്. വലാ തകൂനു കല്ലൻ അലന്നാസ്, ആളുകൾക്ക് നിങ്ങളൊരു ഭാരമാകരുത്. മനുഷ്യരെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത്. അദ്ദേഹത്തിൻ്റെ വിമർശനം ആശൂറാ ദിനത്തിലെ ഷിയാക്കൾ ചെയ്യുന്ന വിനോദങ്ങളിലേക്കും ആശൂറാ ദിനത്തിൽ ഹുസൈനിൻ്റെ വധത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് അവർ കാണിക്കുന്ന പേക്കൂത്തുകളെക്കുറിച്ചും ഇതിൽ അദ്ദേഹം പരാമർശിക്കുന്നു. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നത്, നിങ്ങൾ ഹുസൈൻ്റെ വധത്തിൽ ദുഃഖിക്കുകയാണോ? ഹുസൈന് ശേഷം അള്ളാഹുവിൻ്റെ ദിനങ്ങളിൽ ഓരോ ദിനരാത്രങ്ങളിലും എത്രയെത്ര നല്ല മനുഷ്യന്മാർ കൊല്ലപ്പെടുകയോ മരിക്കുകയോ ചെയ്യുന്നു. എന്നിട്ട് ഹുസൈന് വേണ്ടി മാത്രം എന്താണ് ഒരു ദുഃഖാചരണമെന്ന് കളിയാക്കിക്കൊണ്ട് ഷിയാക്കളോട് അദ്ദേഹം ചോദിക്കുന്നു. ഇക്കാലഘട്ടത്തിൽ ഏറ്റവും പേടിക്കേണ്ട ഒന്ന് ഷിയായിസത്തിൻ്റെ വളർച്ചയാണെന്നും ഷിയായിസം ജനങ്ങളെ സ്വാധീനിക്കുന്നുവെന്നും ഏതാണ്ട് 300 വർഷങ്ങൾക്ക് മുമ്പാണ്, 300ഓളം വർഷങ്ങൾക്ക് മുമ്പാണ് ഷാ വലിയുല്ലാഹി ദഹ്ലവി നമ്മെ ഓർമ്മപ്പെടുത്തിയത്. ഇക്കാലഘട്ടത്തെപ്പറ്റി നമ്മൾ കൂടുതൽ ആലോചിക്കണം. ഇപ്പോൾ അടുത്തുകാലത്ത് നാം കേൾക്കുന്ന ശബ്ദങ്ങളിലൊന്നാണ്, നല്ല ശബ്ദങ്ങളിലൊന്നാണ് വിവാഹ ധൂർത്തിനെ കുറിച്ച് വിമർശ പ്രസംഗങ്ങൾ. വിവാഹ ധൂർത്ത് വേണ്ടെന്ന് പറയുന്നു. അക്കാലത്ത് അദ്ദേഹം ബഹുജനങ്ങളോട് പറഞ്ഞു, ഫഇന്നനാ നുബദ്ദിറുൽ അംവാല ഫീ മുനാസബാത്തിൽ അഫ്റാഹ് വതഖാലീദിൽ അഅയാദ്, ഉത്സവങ്ങളോടനുബന്ധിച്ച് കല്യാണങ്ങളോടനുബന്ധിച്ച് നാം ധൂർത്തടിക്കുന്നു. ഇത് തെറ്റാണെന്ന് അദ്ദേഹം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ ദിശാബോധം നൽകി ജീവിച്ച മഹാനായൊരു പണ്ഡിതനായിരുന്നു, പരിഷ്കർത്താവായിരുന്നു ഷാ വലിയുല്ലാഹി ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.